നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിയമസഭയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം വന്ന ആളാണ് നേമം ഷജീർ, ജില്ലാ പ്രസിഡന്റ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഫെനീനാനും റെനോ പി രാജനുമാണ്. ഇവരടക്കമുള്ളവർക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഇതാണോ കോൺഗ്രസ് കൊടുക്കുന്ന? അല്ലല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ തൊട്ടുകൂടായ്മ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആരൊക്കെയാണ് കൂടെ വന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല. നിയമസഭയിൽ ഞാനും ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് അത്രയും പോകേണ്ട ആവശ്യമില്ല. ഒരു നിയമസഭാ സാമാജികൻ നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാ വന്നതെന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അല്ല, അന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിൽ നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ നീരസം പോലും കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെച്ചത്. അത് നീരസമായിരിക്കും. ആ നീരസം കാര്യമാക്കേണ്ടതില്ല. അത് ഗൗരവത്തിൽ ഞങ്ങൾ എടുത്തിട്ടില്ല. അതായത് അല്ലല്ല, അത് ഞങ്ങൾ കൂട്ടായിട്ടല്ലേ, ഒരാൾക്ക് മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി പദവിയിലുള്ള ഒരാൾ തന്നെ കോർ കമ്മിറ്റി ചെയർമാൻ പദവി നിയമമണ്ഡലത്തിന് രാജിവെച്ചു. അപ്പൊ അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില വാർഡുകളിൽ സാമുദായിക രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിയമസഭയിലേക്ക് നേമം ഷജീർ വന്നു. ആ നേമം ഷജീറിനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കി. അത് എന്തുകൊണ്ടാണ്? രാഹുലിന്റെ കൂടെ വന്ന ആളല്ലേ, അതുകൊണ്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? മാപ്രകളാണ്. മാപ്രകള് കരച്ചിൽ തുടരുകയാണ് മക്കളെ. മാപ്രകൾ കരച്ചിൽ തുടരുകയാണ്. കാരണം എന്ന് പറയുന്നത്, നേമം ഷജീർ രാഹുലിന്റെ കൂടെ നിയമസഭയിലേക്ക് വന്നു. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത വ്യക്തിയല്ലേ, അതുകൊണ്ട് രാഹുലിനെ കൂടെ വന്നയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. രാഹുലിന്റെ കൂടെ വന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ രാഹുലിന്റെ കൂടെ വന്ന ആളാണ് നേമം ഷജീർ. 2024 കൊല്ലത്ത് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ നറുക്കിട്ട കൂട്ടത്തില് അവിടെ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ് മുകേഷ്. ഈ മുകേഷിനെതിരെ രാഹുലിനേക്കാൾ വലിയ ഗൗരവപരമായ കേസുള്ള FIR ഉള്ള, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള, മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് മാത്രം ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന ഈ പറയുന്ന മുകേഷിനെയാണ് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. ഇനി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആണ് പ്രശ്നമെങ്കിൽ കേരളത്തിന്റെ രാജാവ്, ആ രാജാവിന്റെ അടുത്തൊന്ന് പോയി ചോദിക്കാൻ ഏതെങ്കിലും മാപ്രക്ക് ധൈര്യമുണ്ടോ? നട്ടല്ലുണ്ടോ ഏതെങ്കിലും മാപ്രക്ക്? തിരുവനന്തപുരത്തുണ്ടല്ലോ ഈ പറഞ്ഞ എല്ലാ കൂട്ടങ്ങളും. രാജാവിനെ കാണുമ്പോൾ ഒന്ന് ചോദിക്കുവോ? P ശശി പേപ്പട്ടിയാണല്ലോ കൊടുക്കണ്ട് നടക്കുന്നത്, താങ്കൾക്ക് ഉളുപ്പില്ലേ എന്ന് ചോദിക്കാൻ ഒരു ധൈര്യമുണ്ടോ താങ്കൾക്ക് ആർക്കെങ്കിലും? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ഈ മാപ്രകളോട് വീണ്ടും ചോദിക്കുക, നിങ്ങള് രാഹുലിന്റെ കൂടെ വന്നു എന്ന് പറഞ്ഞ് നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് അതിനുള്ള എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ? ഒരാളുടെ കൂടെ, അതും കുറ്റാരോപിതൻ മാത്രമാണ്, ആരോപണ വിധേയൻ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ ഒരു ചുക്കും ഒരു ചെറുവിരലും അനക്കാൻ കേരളത്തിലെ പോലീസിനോ രാജാവിനോ സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ പല കാര്യങ്ങളും ആവർത്തിച്ച് പറയുന്നില്ല. ഈ പറയുന്ന പല ആളുകളുടെയും കാര്യങ്ങളിൽ ഉണ്ടായത്, നിങ്ങള് ഈ മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ടായ കാര്യം മാത്രം ഒന്ന് എടുത്ത് പരിശോധിക്കുക. മുകേഷ് എങ്ങനെയാ ഇപ്പൊ പുറത്തിറങ്ങി നടക്കുന്നത്? മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ, ഉയർന്നു വന്നപ്പോ ആദ്യം മുകേഷ് ഒളിവിൽ പോയില്ലേ? മുകേഷ് മുൻകൂർ ജാമ്യത്തിന് പോയില്ലേ? അത് കഴിഞ്ഞ് മുൻകൂർ ജാമ്യം കിട്ടിയ മുകേഷ് പുറത്തു വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തില്ലേ? രാഹുൽ എവിടെയെങ്കിലും മുൻകൂർ ജാമ്യത്തിന് പോയോ? രാഹുൽ എവിടെയെങ്കിലും ഒളിവിൽ പോയോ? രാഹുലിനെ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇനി നിമിഷം വരെ വിളിച്ചു വരുത്താനോ എന്തെങ്കിലും കമാ എന്നൊരു അക്ഷരം ചോദിക്കാനോ തയ്യാറായോ? എന്നിട്ടല്ലേ അറസ്റ്റിലേക്ക് കിടക്കല്? എന്താ ഇതൊന്നും രാഹുലിന്റെ കാര്യത്തിൽ സംഭവിക്കാത്തത്? പിന്നെ രാഹുലിന്റെ കൂടെ നടന്നത് കൊണ്ട് മാത്രം ഈ പറയുന്ന നേമം ഷജീറിനെ നിങ്ങളൊക്കെ ചിലക്കാണങ്ങൾ മാറി നിൽക്കടാ. തെരുവ് പട്ടികളെക്കാൾ വലിയ പേപ്പട്ടികൾ ഇവറ്റകളാണ്. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരാണ്, ഈ പറയുന്ന മാപ്രകളാണ് തെരുവ് പട്ടികൾ. ഈ പട്ടികളെ അങ്ങ് മാറ്റി നിർത്തണം.
കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പോലും പറയുന്നുണ്ട് തെരുവ് പട്ടികളെ ഇല്ലായ്മ ചെയ്യണം, അടിച്ചു കൊല്ലണമെന്ന്. അത് തന്നെയാണ് തെരുവ് പട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്. എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവറ്റകളെയൊക്കെ? എന്ത് കാര്യത്തിനാണ്? ഇങ്ങനെ വിഷം തുപ്പാനായിട്ട് കുറെ എണ്ണം മയക്കും പിടിച്ച് രാവിലെ ആകുമ്പോ ഇറങ്ങിക്കോളും. എന്താണ് കാര്യം ഇവർക്കൊക്കെ എന്താണ് ഇത്ര കാര്യം രാഹുലിന്റെ കാര്യത്തില്? എന്തേ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സങ്കടമാണോ നിങ്ങളുടെ മനസ്സിൽ? രാഹുലിനെ നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വേദനയാണോ നിങ്ങളുടെ മനസ്സിൽ? നിങ്ങൾ ഈ പറയുന്ന ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയിട്ട് രാഹുലിനെ പോർലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വേദനയാണോ നിങ്ങളുടെ മനസ്സിൽ? എന്നാൽ നിങ്ങൾ ചാവുന്നത് വരെ ആ വേദന നിങ്ങൾ കൊണ്ടു നടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. രാഹുലിന്റെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് ഒരുത്തർക്കും സാധിക്കില്ല. നിങ്ങൾ ആ വേദനയും കടിച്ചമർത്തി ജീവിക്കേണ്ടി വരും. ഈ ജീവിതം എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട് കുറെ കാലായി എന്നറിയാം. എസ്പെഷ്യലി നേമത്ത് ഷജീറിനെ സ്ഥാനാർത്ഥി ആക്കിയത് മുതൽ ഇവർക്ക് ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചൊറിച്ചിൽ ഒന്നുകൂടി കൂടിയത് ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സോഷ്യൽ മീഡിയയില് ഷജീറിനെ പിന്തുണച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് നന്നായിട്ട് കുരു പൊട്ടുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എത്രയൊക്കെ കുരു പൊട്ടിയിട്ടും കാര്യമില്ല. മാപ്രകളെ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മാപ്രകളെ, നിങ്ങൾക്ക് എത്ര കുരു പൊട്ടിയിട്ടും കാര്യമില്ല. പിന്നെ ഇതിനൊക്കെയുള്ള മറുപടി ഒരാളുടെ ചോദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാധ്യമ പ്രവർത്തകയാണ് പോലും അതിന്റെ ചോദ്യമാണ്. ഷജീർ രാഹുലിന്റെ കൂടെ നിയമസഭയിലേക്ക് രാഹുലിന്റെ കൂടെ വന്ന ആളല്ലേ, അയാളെ എങ്ങനെയാ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് ഇവരുടെയൊക്കെ വീട്ടിൽ നിന്നുള്ള അനുവാദം വാങ്ങിയിട്ട് വേണോ ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കാൻ? ഇവരുടെയൊക്കെ വീട്ടിലെ കാര്യമാണോ കോൺഗ്രസ് തീരുമാനിക്കുന്നത്? ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഇവരുടെ വീട്ടിലുള്ള ആളുകളുടെ സമ്മതം വാങ്ങണം. ചിലക്കാണ്ട് അങ്ങോട്ട് മാറി നിൽക്കട അവിടുന്ന്. പിന്നെ ഇതിനൊക്കെയുള്ള മറുപടി നമ്മളാരും കൊടുക്കേണ്ട കാര്യമില്ല. ആരിനെ കൊടുത്തിട്ടുണ്ട്? നമ്മളെ ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ മറുപടി ശിവൻകുട്ടിയുടെ? രാഹുലിനെതിരെ ഈ പറയുന്ന കോടതി ശിക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. രാഹുലിനെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ആ പോലീസ് അന്വേഷണം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. രാഹുൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല. അയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്താത്തത് കൊണ്ട് തന്നെയാണ് അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യാത്തത്. എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം ഈ പറയുന്ന ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ശിവൻകുട്ടി ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എന്തെങ്കിലും ആരോപണങ്ങൾ കേൾക്കുമ്പോഴേക്കും ആളുകളെ അങ്ങ് താറടിച്ച് അയാളെ ചവിട്ടി താത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയല്ല വേണ്ടത് എന്ന് കൂടി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ പറയുന്ന ചെന്നായ കൂട്ടത്തോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചെന്നായ കൂട്ടത്തിന് അവര് അഹോരാത്രം പരിശ്രമിച്ചിട്ട് രാവും പകലുമില്ലാണ്ട് രാഹുലിനെ ഇങ്ങനെ വെട്ടിക്കീറി മുറിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ചിട്ട് അതിൽ നിന്ന് ചോര കിട്ടാതെ വന്നപ്പോഴുള്ള ഈ ഒരു അങ്കലാപ്പാണ്. അതിലുള്ള ഒരു അസഹിഷ്ണുതയാണ്, അതിലുള്ള ഒരു രോഷമാണ്. നിങ്ങളുടെ ഈ പറയുന്ന തത്രപ്പാടുകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ നേമത്ത് ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടയൊക്കെ ഇവറ്റകളുടെ വീട്ടിൽ പോയി സമ്മതം വാങ്ങിയിട്ട് വേണം നേമത്ത് ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ചിലക്കാണ്ട് അങ്ങോട്ട് മാറി നിൽക്കട അവിടുന്ന്. നാണവും മാനവും ഇല്ലാത്ത നെറികെട്ട കുറെ വർഗങ്ങള്, ഉളുപ്പില്ലാത്ത കുറെ വർഗങ്ങള് എന്തിനു വേണ്ടിയാ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? മാധ്യമ പ്രവർത്തനമാണ് പോലും. മാധ്യമ പ്രവർത്തനം മണ്ണാങ്കട്ടയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവറ്റകളെ വിശേഷിപ്പിക്കാൻ ഒരൊറ്റ വാക്ക് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നല്ല ഒന്നാം തരം കൂട്ടിക്കൊടുപ്പുകാര്. കാശ് കിട്ടുമെന്ന് കരുതിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം ചെന്നായ കൂട്ടങ്ങൾ. അത് മാത്രമേ ഇറ്റങ്ങളെ വിശേഷിപ്പിക്കാൻ എന്റെ നിഘണ്ടുവിൽ വാക്കുകളുള്ളൂ. അത്രയും വൃത്തികെട്ട സാധനങ്ങൾ. മനസ്സിലായില്ലേ? ട്രെൻഡിങ്ങിന് പുറത്ത് ഈ പറയുന്ന വാർത്തകൾ ആരാദ്യം കൊടുക്കുമെന്ന മത്സരത്തില് വാർത്തകളാണോ കൊടുക്കുന്നത്, അസഭ്യങ്ങളാണോ കൊടുക്കുന്നത്, തെറിവിളികളാണോ കൊടുക്കുന്നത്? ഒരു മൊറാലിറ്റി ചെക്കും ഒരു റിയാലിറ്റി ചെക്കും നടത്താതെ വായിൽ തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും മാത്രം പടച്ചു വിടുന്ന ഒരു കൂട്ടം ചെന്നായ കൂട്ടങ്ങൾ. മാധ്യമപ്രവർത്തകരെ എന്നൊക്കെ പറയുന്ന ആ ഗണത്തിൽ പെടാവുന്ന ആളുകൾക്ക് തന്നെ അപമാനകരമാകുന്ന ഒരു തരം
ചെന്നായ കൂട്ടങ്ങൾ എന്ന് മാത്രമേ ഇറ്റങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ ആ യഥാർത്ഥ ആ വാക്കിന്റെയും ആ പ്രവൃത്തിയുടെയും അന്തസത്ത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഇവരെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ, അങ്ങനെ അഭിസംബോധന ചെയ്താൽ തന്നെ അതിന്റെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകർ തന്നെ അപമാനമാകുന്ന തരത്തിലുള്ള കുറെ കഴുക കൂട്ടങ്ങൾ, ചെന്നായ കൂട്ടങ്ങൾ എന്നും മാത്രമേ ഇറ്റങ്ങളെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. ഒരു ചോദ്യമാണ് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്ന ചോദ്യം. രാഹുലിന്റെ കൂടെ നേമം ഷജീർ നിയമസഭയിലേക്ക് വന്നില്ലേ, എന്നിട്ട് പിന്നെന്താണ് നേമം ഷജീറിന്റെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കിയത് എന്ന്. മറുപടികള് ഈ രീതിയിലല്ല കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. കാരണം മറുപടികൾ ഇങ്ങനെയൊന്നുമല്ല കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ ചില വാക്കുകൾ മനഃപൂർവ്വം ഉപയോഗിക്കാതിരിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്നത് മാധ്യമ പ്രവർത്തനമാണ്, ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമാണ് എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുണ്ട്, ആ മുഖ്യമന്ത്രിയോട് ഒന്ന് പോയി ചോദിക്കാമോ? രാഹുലിന്റെ കൂടെ നേമം ഷജീർ വന്നു, അതുകൊണ്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണല്ലോ വാദം. അങ്ങനെയാണെങ്കിൽ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ആ വ്യക്തിയോട് എന്തെങ്കിലും അതിനെ കുറിച്ച് ചോദിക്കാൻ ധൈര്യപ്പെടുവോ ഇവറ്റകൾ ധൈര്യപ്പെടുവോ ഈ ചെന്നായ കൂട്ടം? ഇങ്ങനെയാ ചോദിക്കുന്നതല്ലേ. കാരണം ആ രാജാവിന്റെ PR ഏജൻസികളല്ലേ ഇവര്. ആ രാജാവിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന കുറെ ചെന്നായ കൂട്ടങ്ങളാണ് ഇവര്, അടിമകള്. പിന്നെ എങ്ങനെ രാജാവിനോട് മറുത്തൊരു ചോദ്യം ചോദിക്കുക? അപ്പിയിടും ഇവര് രാജാവിന്റെ മുമ്പില്.